പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഗണ്യമായി വർദ്ധിച്ചു. അതേസമയം പാക് അധീന കാശ്മീരിലും പരിഭ്രാന്തി നിലനിൽക്കുന്നുണ്ട്. സ്ഥിതി കൂടുതൽ വഷളായാൽ മേഖലയിൽ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തുമെന്ന് മന്ത്രി ചൗധരി ഉൽ ഹഖ് സൂചന നൽകി. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് സൈനിക നടപടി ഉണ്ടാകുമെന്ന ആശങ്കയുടെ പശ്ചാത്തലത്തിൽ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് നീലം താഴ്വരയിലും നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള സെൻസിറ്റീവ് പ്രദേശങ്ങളിലും വിനോദസഞ്ചാരികളുടെ പ്രവേശനം നിയന്ത്രിച്ചിരിക്കുന്നു. ഇതോടൊപ്പം മദ്രസകൾ 10 ദിവസത്തേക്ക് അടച്ചിടാനും ഉത്തരവിട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഉണ്ടായാൽ ഭക്ഷണം, മരുന്നുകൾ, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവയുടെ വിതരണം ഉറപ്പാക്കാൻ പൂർണ്ണമായ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടെന്ന് മന്ത്രി അവകാശപ്പെട്ടു. അടിയന്തര ഫണ്ടിലേക്ക് 1 ബില്യൺ രൂപ മാറ്റിവെച്ചു. ഹോട്ടലുകൾ, ഗസ്റ്റ് ഹൗസുകൾ, വിവാഹ മണ്ഡപങ്ങൾ എന്നിവയുടെ നടത്തിപ്പുകാർ അവരുടെ സ്വത്തുക്കൾ സൈന്യത്തിന് വിട്ടുകൊടുത്തു. നീലം താഴ്വരയ്ക്കും LOCയ്ക്കും ചുറ്റുമുള്ള സെൻസിറ്റീവ് പ്രദേശങ്ങളിലുള്ള മദ്രസകൾ 10 ദിവസത്തേക്ക് അടച്ചിടാൻ അധികൃതർ തീരുമാനിച്ചു. ഈ സ്ഥാപനങ്ങളിലെ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ എന്ന് വിളിച്ച് ഇന്ത്യ ലക്ഷ്യമിടുമോ എന്ന ഭയമുണ്ട്. തന്ത്രശാലിയായ ഒരു ശത്രുവിനെയാണ് നമ്മൾ നേരിടുന്നത്. അവരുടെ പ്രവൃത്തികൾ തള്ളിക്കളയാനാവില്ല എന്ന് നിയമമന്ത്രി മിയാൻ അബ്ദുൾ വാഹിദ് പറഞ്ഞു. കറാച്ചി, ലാഹോർ വ്യോമാതിർത്തികൾ ഈ മാസം മുഴുവൻ എല്ലാ ദിവസവും 8 മണി, അതായത് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ അടച്ചിടുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ രാജ്യത്തെ എല്ലാ FM സ്റ്റേഷനുകളും ഇന്ത്യൻ ഗാനങ്ങൾക്ക് പാകിസ്ഥാൻ നിരോധനവും ഏർപ്പെടുത്തി. ഇത് കർശനമായി പാലിക്കണമെന്നും ഇല്ലെങ്കിൽ കടുത്ത നടപടികൾ നേരിടേണ്ടി വരുമെന്നും പാക് ബ്രോഡ്കാസ്റ്റേഴ്സ് അസോസിയേഷന്റെ ഉത്തരവിൽ പറയുന്നുണ്ട്. അതിനിടെ ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ അമേരിക്ക ഇടപെടണമെന്ന US-ലെ പാക് അംബാസിഡർ റിസ്വാൻ സെയ്ദ് ഷെയ്ഖ് ആവശ്യപ്പെട്ടു. പ്രശ്നപരിഹാരത്തിനായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ജമ്മു കാശ്മീരിലെ കുപ്വാര, ബാരാമുള്ള, പൂഞ്ച്, നൌഷേര, അഖ്നൂർ പ്രദേശങ്ങളിൽ പ്രകോപനമില്ലാതെ വെടിയുതിർത്ത പാക് സൈന്യം തുടർച്ചയായ 8ാം രാത്രിയാണ് വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ നടത്തുന്നത്. ഇന്ത്യൻ സൈന്യം അതിന് ഉടൻ തിരിച്ചടിക്കുകയും ചെയ്തു. ഏപ്രിൽ 22-ലെ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ നിയന്ത്രണ രേഖയിൽ ആവർത്തിച്ചുള്ള ഈ ലംഘനങ്ങളെക്കുറിച്ച് ഇന്ത്യ പാകിസ്ഥാന് കർശന മുന്നറിയിപ്പ് നൽകിയിരുന്നു. പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രകോപനമില്ലാതെയുള്ള വെടിനിർത്തൽ ലംഘനങ്ങൾ പരിഹരിക്കുന്നതിനായി ഇരു രാജ്യങ്ങളുടെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ചൊവ്വാഴ്ച ഹോട്ട്ലൈൻ സംഭാഷണം നടത്തിയിരുന്നു. വടക്കൻ കശ്മീരിലെ കുപ്വാര, ബാരാമുള്ള ജില്ലകളിലെ നിയന്ത്രണ രേഖയിലെ നിരവധി പോസ്റ്റുകളിൽ പ്രകോപനമില്ലാതെ വെടിയുതിർത്ത പാകിസ്ഥാൻ പിന്നീട് പൂഞ്ച് സെക്ടറിലേക്കും പിന്നീട് ജമ്മു മേഖലയിലെ അഖ്നൂർ സെക്ടറിലേക്കും വെടിനിർത്തൽ ലംഘനം വ്യാപിപ്പിച്ചു. എന്തായാലും പൂർണ്ണ അധികാരം ഇന്ത്യൻ സൈന്യത്തിന് നൽകിയിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉത്തരവ് വന്നതോടുകൂടി പാകിസ്ഥാന്റെ എല്ലാ നീക്കങ്ങൾക്കും ഉടനടി തിരിച്ചടി നൽകുവാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ത്യ. പോരാട്ടങ്ങളും പോർക്കളങ്ങളിൽ ചോരപ്പുഴയും ഒഴുകാൻ പോവുകയാണോ എന്ന് കാത്തിരുന്ന് കാണണം.